ഇറ്റാലിയൻ ഫുട്ബോളിൽ വീണ്ടും SSC നാപ്പോളി രാജാക്കന്മാർ. സീസണിലെ അവസാന മത്സരവും പൂർത്തിയാക്കിയപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്റർ മിലാനെ ഒരൊറ്റ പോയിന്റിന് പിന്നിലാക്കിയാണ് നാപ്പോളി വീണ്ടും സീരിയ കിരീടം സ്വന്തമാക്കിയത്. ഏറെ പ്രയാസകരമായിരുന്നു നാപ്പോളിയുടെ ഈ യാത്ര. 2023 നാപ്പോളിയായിരുന്നു സീരിയ ചാമ്പ്യന്മാർ. എന്നാൽ കഴിഞ്ഞ വർഷം 10ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ മാറി വന്നത് 5 പരിശീലകർ. കഴിഞ്ഞ വർഷം ജൂണിലാണ് നാപ്പോളി പരിശീലകനായി അന്റോണിയോ കോണ്ടെ ചുമതലയേറ്റത്. 2011 മുതൽ 2014 വരെ യുവന്റസിനെ സീരിയ ചാമ്പ്യന്മാരാക്കിയ മാനേജർ. 2017 ചെൽസിക്കൊപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മുത്തമിട്ടു. അന്റോണിയോ വിട്ടുപോയെങ്കിലും 2020 വരെ യുവന്റസ് ആയിരുന്നു ഇറ്റാലിയൻ ലീഗിലെ രാജാക്കന്മാർ. ഒടുവിൽ 2021 ഇന്റർ മിലാനിലെത്തി ആന്റോണിയോ തന്നെ സീരിയ കിരീടം തിരിച്ചുപിടിച്ചു. കഴിഞ്ഞ തവണ തകർന്നടിഞ്ഞ നാപ്പോളിയുടെ ചുമതല അന്റോണിയോ ഏറ്റെടുക്കുമ്പോൾ ഫുട്ബോൾ ലോകം അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അവിടെ നിന്നും നാപ്പോളിയുടെ കഥ മാറുകയാണ്. ഗോൾ കീപ്പർ അലക്സ് മെററ്റ്, ക്യാപ്റ്റൻ ജിയോവാനി ഡി ലോറൻസോ, പ്രതിരോധ താരം അമീർ റഹ്മാനി, മധ്യനിരയിൽ സ്റ്റാനിസ്ലാവ് ലൊബോട്ക, ഫ്രാങ്ക് അംഗുയിസ എന്നിവർ സ്ഥിരമായി നാപ്പോളി ടീമിൽ ഇടം പിടിച്ചു. ഇന്റർ മിലാനിലെ സൗഹൃദം റൊമാലു ലുക്കാക്കയെ നാപ്പോളിയിലെത്തിക്കാൻ അന്റോണിയോയ്ക്ക് സഹായമായി. AC റോമ വിട്ട് ബെൽജിയം സ്ട്രൈക്കർ നാപ്പോളിയുടെ പടി കയറി. പിന്നെ ലുക്കാക്കു 2023 നാപ്പോളിയുടെ ഹീറോകളിൽ ഒരാളായ വിക്ടർ ഒസിംഹന്റെ ഒത്ത പകരക്കാരനായി. എല്ലാത്തിനുമുപരിയായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും സ്കോട്ട് മക്ടോമിനിയെയും സ്വന്തമാക്കി. ഇത് നാപ്പോളിയെ സന്തുലിത ടീമാക്കി മാറ്റി. പിന്നെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റുകൾ കൂടിയായ ഇന്റർ മിലാനെ പോലും പിന്നിലാക്കി നാപ്പോളി ഇറ്റാലിയൻ ലീഗ് കിരീടം തിരിച്ചുപിടിച്ചു. ഒരു കാലത്ത് ഫുട്ബോൾ ദൈവം സാക്ഷാൽ ഡീഗോ മറഡോണ പന്ത് തട്ടിയിരുന്ന ക്ലബ്. ചരിത്രത്തിലാദ്യമായി ഇറ്റാലിയൻ സീരിയ കിരീടം നാപ്പോളി ഉയർത്തിയതും മറഡോണയുടെ കാലത്ത് തന്നെ. 1987 ആദ്യമായി നാപ്പോളി ഇറ്റാലിയൻ ഫുട്ബോളിന്റെ ചാമ്പ്യന്മാരായി. പിന്നീടുള്ള 2 വർഷം റണ്ണേഴ്സ് അപ്പുകൾ. 1990 വീണ്ടും ചാമ്പ്യന്മാർ. എന്നാൽ മറഡോണ യുഗം അവസാനിച്ചതും നാപ്പോളി വീണ്ടും തകർന്നടിഞ്ഞു. കാത്തിരിപ്പിലായി നാപ്പോളി ആരാധകർ. 2023 ലൂസിയാനോ സ്പെല്ലറ്റിയിലൂടെ 33 വർഷം നീണ്ട കാത്തിരിപ്പിന് അവസാനമായി. പക്ഷേ ഒറ്റ വർഷത്തിൽ നാപ്പോളി വീണ്ടും പിന്നിലേക്ക് പോയി. അതുകൊണ്ടാവാം ഇത്തവണ വിജയത്തിലും അന്റോണിയോ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗ് അടുത്തു വരികയാണ്. ഇറ്റാലിയൻ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലുമെല്ലാം ഒരുപോലെ പോരാടണം, വിജയങ്ങൾ നേടണം. അല്ലെങ്കിൽ ഇവിടം വിട്ടിറങ്ങാൻ ഞാൻ മടിക്കുകയില്ല. അന്റോണിയോ വലിയ സിഗ്നലുകൾ നൽകുകയാണ്.